അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ മുഅ്മിനീങ്ങളെ, നമ്മുടെ മൂന്നാമത്തെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന റബീഉൽ അവ്വൽ മാസം നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ ഒരുപാട് കൂടുതൽ ആഘോഷത്തിലേക്കും സന്തോഷത്തിലേക്കും പോയ ഒരു മാസമാണ്. അപ്പോൾ ഞാനിപ്പം വീഡിയോ ചെയ്യാൻ കാരണം, നമ്മളെ ഷോപ്പിൻ്റെ മുന്നിൽ ഒരു പട്ടിയുണ്ട്. അത് രാവിലെ ഞാൻ ഷോപ്പ് തുറന്ന ഉടനെ മുതൽ വണ്ടിൻ്റെ മുന്നിൽ ആദ്യം കയറി നിൽക്കും. വണ്ടിക്കാർ ആദ്യം ഒന്ന് ഇങ്ങനെ അറച്ച് നിന്ന് പിന്നെ ഇങ്ങനെ മെല്ലെ സ്പീഡ് കൂട്ടി നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് മൂപ്പര് ബാക്കിൽ തന്നെ ഓടും. അങ്ങനെ ഓടി കുറേ അകത്തിയിട്ട് തളർന്നിക്കൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെ രണ്ടാമതും വണ്ടി പോകുന്ന സമയത്ത് ഇതേപോലെ ഓടുന്ന പട്ടിക്കും അറിയില്ല ഇതെന്തിനാണ് ഓടുന്നതെന്ന്. അങ്ങനെയാണ്. അപ്പോൾ ഈ വണ്ടിക്കാർ അതൊന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങനെ സ്പീഡാണ് കൂട്ടിപ്പോവും. അപ്പോൾ അത് മടങ്ങി വരിക, പിന്നെയും അടുത്ത വണ്ടിക്ക് പിന്നെയും ഇതേപോലെ പോവുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു തോന്നിയത്, നമ്മൾ ഈ വഹാബികളുണ്ടല്ലോ, അവർ സഫറങ്ങ് കഴിഞ്ഞ് നബിദിനിങ്ങ് വരുമ്പോൾ ഇതേപോലെ ഒരു പാഴ്വേല നടത്തലുണ്ട്. എന്തൊക്കെയോ കളവുകൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ നബിദിനത്തിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരെ വല്യാപ്പ കരഞ്ഞ ദിവസമാണല്ലോ. അപ്പോൾ ആ വല്യാപ്പാൻ്റെ സ്മരണക്ക് വേണ്ടിയിട്ട് ഒരാണ്ടും കൂടിയാണ് അവർ. അങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഈ പട്ടി ഓടുന്നത് പോലെ ഈ നബിദിനം തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുക ഇവർ. അപ്പോൾ അതിൻ്റെ തെളിവുണ്ടോ, ഇതിൻ്റെ തെളിവുണ്ടോ, മറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരെ കളവ് കൊണ്ടാണ്. നമ്മളൊരു സുഹൃത്ത് മുമ്പ് പറഞ്ഞത് 2018 എന്നോട് പറഞ്ഞത്, ഞാൻ ഒമാനിൽ വന്ന ഉടനെയാണ് അന്ന് പറഞ്ഞത്, ആ ലീവ് ഞാൻ പറഞ്ഞു ഇവിടെ ലീവ് ഉണ്ടല്ലോ, അത് നാഷണൽ ഡേൻ്റെ ലീവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നവംബറിലാണ് നബിദിനം ഉണ്ടായത്. അപ്പോൾ നാഷണൽ ഡേ ലീവാണെന്ന് പറയുമ്പോൾ അന്ന് 2 ലീവ് കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഡേൻ്റെ ലീവിനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് നബിദിനത്തിന് 2 ലീവ് ഒന്നിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത്ര പോലും നബിദിനത്തിൻ്റെ ലീവ് എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ ഈ കളവ് പറയുമ്പം ശ്രദ്ധിക്കുന്നില്ല. നാളെ നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷം ഇവന് മനസ്സിലാകും എന്നൊന്നും അവർക്ക് പ്രശ്നമില്ല. ആ സമയത്ത് ഒരു കളവ് പറഞ്ഞിട്ട് അങ്ങ് പാളിച്ചൂടലാണ്. അപ്പോൾ ബുദ്ധി കുറഞ്ഞവർ, ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണ് ശരിയെന്ന് പറഞ്ഞിട്ട് കണ്ടിക്കും. അതേപോലത്തെ ഒരു മെസ്സേജാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് നബിദിനത്തിൻ്റെ അടുപ്പിച്ചിട്ട് വന്നത്. ഈസാ നബിയെ ബഹുമാനിച്ചതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ നബിദിനം കൊണ്ടാടുന്നവർ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആ വാക്ക് വരെ തള്ളലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് വെച്ച് ഇത് പറഞ്ഞതുള്ളതാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് അവിടെ എടുക്കട്ടെ. ഈസാ നബിനെ എങ്ങനെ ബഹുമാനിച്ചു എന്നാണ് അവർ പറയുന്നുണ്ടോ എന്ന് വെച്ച്. അപ്പോൾ എങ്ങനെയാണ് ഈസാ നബിനെ ബഹുമാനിച്ചത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് എവിടെ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ള നബിമാരെ പറയും പോലെ അല്ല പറഞ്ഞത്. ഈസബിന് മറിയം. എന്തിനാണ് ഈസബിന് മറിയം എന്ന് പറഞ്ഞത്? ഈ ഈസാ നബിനെ അള്ളാൻ്റെ പുത്രനാക്കിയ അവർക്കുള്ള അങ്ങനെയല്ല, അത് ഈസ മറിയത്തിൻ്റെ മകനാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഖുർആനിൽ നോക്കിയാൽ അത് കാണാമല്ലോ നമുക്ക്. ആ ഒരു നബിൻ്റെ പേര് മാത്രം പറയുമ്പോൾ ഇബ്നു മറിയം എന്ന് പറയുന്നത് എന്തിനാ? മറിയത്തിൻ്റെ മകൻ, മറിയത്തെ എൻ്റെ അല്ല എന്ന് നസാറാക്കൾ പറഞ്ഞത് കൊണ്ട് എൻ്റെതല്ല എന്നുള്ള ആവർത്തിക്കുകയാണ്. അപ്പോൾ അത്രയും നമ്മൾ ഏതെങ്കിലും ഒരു നബിദിനത്തിൻ്റെ പാട്ടിലോ ഏതെങ്കിലും ചെറിയ ബുദ്ധിയില്ലാത്ത കുട്ടികൾ പാടുന്നതിലോ പ്രസംഗിക്കുന്നതിലോ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാൻ്റെ മകനെ നബിയെ എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ എങ്ങനെങ്കിലും ഈ നായി ഓടുന്നത് പോലെ എങ്ങനെങ്കിലും ഇതൊന്നും മുടക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ തന്നെ ഓടുകയാണ് ഇവർ. അപ്പോൾ വണ്ടിൻ്റെ സ്പീഡ് കൂട്ടുന്നത് പോലെ സുന്നികൾ പാതിരാൻ മൊയ്ലതും അതുപോലെ അവരെവിടെയൊക്കെ ഉണ്ടോ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കഴിയുമോ എല്ലാ നിലക്കും നബിദിനം കൊണ്ടാടിയിട്ട് അവരെത്ര കണ്ട് പറയുന്നോ, എത്ര കണ്ട് ആ നായി സ്പീഡ് കൂട്ടുന്നു അതിനേക്കാൾ സ്പീഡ് കൂട്ടിയിട്ട് വണ്ടി പോകുന്നത് പോലെ നമ്മുടെ നബിദിനം പിന്നെയും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളെ സ്ലോയിൽ പോകുന്ന ചില സുന്നികളുണ്ട്. അവർ ശരിയല്ലേ, ഉത്തരവുണ്ടോ, ഇനി തെളിവുണ്ടോ? എന്തിനാണോ മുജാഹിദിന് നമ്മൾ തെളിവും പരിധി നടക്കേണ്ട ആവശ്യം? തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ജന്മദിനത്തിനാണ് അവർക്ക് തെളിവ് വേണ്ടുന്നെങ്കിൽ തെളിവുള്ളതിൻ്റെ കാര്യം എന്താണ് അവരവസ്ഥ? അവർ തറാവി ഉണ്ട് എന്ന് പറയുന്നു. തറാവി ഇല്ല അവർക്ക് സത്യത്തിൽ. ആരെങ്കിലും അത് നോക്കിനാ? തറാവി 8 റക്അത്ത് ഉണ്ട് എന്ന് അവർ പറയുന്നു. അവരെന്താണ് തറാവി നിസ്കരിക്കാൻ 8 ആക്കാൻ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പം നോമ്പിനും നോമ്പല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ 11 നിസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നോമ്പ് എന്ന് പറയുന്ന 1 മാസവും ബാക്കി 11 മാസമുണ്ട്. ഈ 11 മാസം നിസ്കരിക്കുന്ന അതേ നിസ്കാരം തന്നെയാണ് നോമ്പിനും 11 എങ്കിൽ ഈ വിത്തർ 3ഉം 8 തറാവിയുമായി. അപ്പോൾ നോമ്പിന് നമ്മൾ ഇബാദത്ത് കൂട്ടേണ്ടത് നമ്മൾ തറാവി എല്ലാ മാസവും ഇല്ലല്ലോ. അപ്പോൾ ഒരു വിത്തർ നിസ്കരിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യന് മുജാഹിദായിന്ന് കൂട്ടിക്കോ, ഇയാൾ എല്ലാ ദിവസവും 11 റക്അത്ത് വിത്തർ നിസ്കരിക്കുന്ന ഇയാൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കുകയല്ല വേണ്ട നോമ്പിന് അമല്. അപ്പോൾ ഇയാൾ എന്താക്കുക? വിത്തർ 8 റക്അത്ത് അങ്ങ് കുറക്കുകയാണ്.
നോമ്പിന് കൂടുതൽ കൂലി കിട്ടുന്ന സമയത്ത് 8 റക്അത്ത് വിത്റാൻ കുറച്ചിട്ട് അത് തറാവിക്കെടുത്തിട്ട് ഇപ്പറിട്ടിട്ട് ഇയാൾ 3 റക്അത്ത് വിത്ര ഓതുക. എന്ത് ബുദ്ധിയില്ലാത്തവർക്ക് ഇത് മുജാഹിദാകാൻ പറ്റുമെന്ന് വെറുതെ അല്ല പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പം ബുദ്ധിയും ചിന്താശേഷിയും ഇല്ലാത്ത മണ്ടന്മാർക്ക് മാത്രമേ വഹാബിസം കയ്യിലെടുക്കാൻ പറ്റൂ. നിങ്ങൾ ഈഗോ പ്രശ്നം വെച്ചിട്ടായാലും എന്തിനായാലും ചിന്തിക്കുക. നിങ്ങൾ പറയൂ അവരെ പടച്ചോനാക്കി ഇവരെ പടച്ചോനാക്കി, ആരെങ്കിലും പടച്ചോനാക്കിൻ്റെ ബാക്കിൽ നിങ്ങൾ പോണ്ട. നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കുക. മുൻഗാമികളെ നിങ്ങൾ ആരൊക്കെയാണ് ഖുർആൻ പഠിപ്പിച്ചവരും അതുപോലെ ഹദീസ് പഠിപ്പിച്ചവരും വലിയ വലിയ പണ്ഡിതന്മാരെ തള്ളിയിട്ട് ഒന്നും വേണ്ട. ഇവർ വെറും നമ്മളെ മഹാന്മാരായ ഇപ്പോഴത്തെയോ അല്ലെങ്കിൽ പണ്ടത്തെയോ പണ്ഡിതന്മാരെ അല്ല തള്ളുന്നത്. ഇവർ തള്ളുന്ന ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു ആണ് ഇവിടെ 2 ബാങ്ക് ജുമാക്ക് കൊണ്ടുവന്ന്. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമാക്ക് 2 ബാങ്ക് കൊണ്ടുവന്നത് അത് നമുക്ക് പറ്റൂല. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ നേരെ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക് വഹാബികളാണ്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാക്കിലാണ്, ഉമർ റളിയല്ലാഹു അൻഹു ബാക്കിലാണ്. കാരണം എന്താ വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു തറാവി 20 ജമാഅത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞാൽ 2 വാക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഒന്നും നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ചെയ്യൂല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയറുന്നതിന് മുന്നേ വഹാബികൾ സ്വർഗ്ഗത്തിൽ അങ്ങ് കയറും. അത് ശ്രദ്ധിച്ചോ. പിന്നെ അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ ഭർത്താവ് എന്നെല്ലാം അടുക്കട്ടെ 4ാമത്തെ ഖലീഫയാണ്. അത് ആരാണ്? ഇൽമിൻ്റെ പട്ടണമാണ്. എല്ലാ നിലക്കും ചെറുപ്പക്കാരുടെ നേതാവ്, എന്തെല്ലോ സ്ഥാനമാനങ്ങളുള്ള അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് കൊടുക്കുമ്പോൾ ഉസ്മാനെ നീ അങ്ങനെ ചെയ്യല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൂടെ? ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താണോ ചെയ്തത് അത് തന്നെയല്ലേ അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതും. ഇന്ന് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് വരെ ഈ 2 ബാങ്കാണ് നടക്കുന്നത്. ഗൾഫ് കൺട്രിയിൽ എവിടെ നോക്കിയാലും, മക്കത്ത് മദീനത്ത് എവിടെയായാലും. ഞാൻ UAE ജോലി ചെയ്തിട്ടുണ്ട്, ഒമാനിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ് ജോലി ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ഇതെവിടെ ഒമാനിൽ. എല്ലാ സ്ഥലത്തും ജുമാക്ക് 2 ബാങ്ക് മുജാഹിദിനൊഴികെ, കേരളത്തിലെ കുറച്ച് വഹാബി വട്ടന്മാർക്കൊഴികെ ബാക്കി എല്ലായിടത്തും 2 ബാങ്ക്. അപ്പോൾ ഇതിനൊക്കെ തെളിവ് കിട്ടിയിട്ട് ഇവരിതൊന്നും ചെയ്യുന്നില്ല. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തള്ളി, ഉമർ റളിയല്ലാഹു അൻഹു തള്ളി, അലി റളിയല്ലാഹു അൻഹു തള്ളി, എല്ലാവരും തള്ളി, നമ്മൾ മാത്രം മതി. എന്നിട്ട് ഇവർ ചോദിക്കുകയാണ് നബിദിനത്തിൻ്റെ തെളിവ് എവിടെയെന്ന്. നബിദിനത്തിൻ്റെ തെളിവ് നിങ്ങൾ വിചാരിക്കും തെളിവ് കൊടുത്തപാടി ഇവർ പിന്നെ ബാനർ എടുത്തിട്ട് അങ്ങ് പോകുന്ന. ഇവർ ചോദിക്കുന്നത് കൊണ്ടല്ല, അബൂജാഹിലി എന്ന് പറയുന്നവൻ്റെ സന്തതികളാണ് ഇവർ. അബൂജാഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് എത്രയോ അനുഭവിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ട് ഓനെന്തായേ? ഓന് തൗഫീക്കില്ല, ഓനും നരകത്തിലേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ സന്തതികളായ ഇവർ തെളിവ് കൊണ്ടാന്ന് പറയുമ്പോൾ അവരെ വേക്കിലേക്ക് ഓട്ടർഷ എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ലാരും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പിന്നെ മഹാനായ വ്യക്തിനെ പടച്ചോനാക്കി അല്ലെങ്കിൽ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേക്കിൽ സൈക്കിൾ എടുത്ത് പോയി നിങ്ങൾ ഈമാൻ കളയണ്ട. ഞങ്ങൾക്കിവിടെ ഒന്നും പറ്റൂല, ഇവിടെ പണ്ഡിതന്മാർക്കൊന്നും പറ്റൂല. പണ്ഡിതന്മാർ അവരെ കടമ തീർത്തിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അവരൊക്കെ നിങ്ങൾ കൂടാണ്ട് അവരെ മെമ്പർഷിപ്പിങ് തിരിച്ചു വാങ്ങി നമ്മളിങ്ങനെയാകുന്നെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഇവിടെ നഷ്ടമുള്ളൂ. ഇസ്ലാം വിട്ടു പോകുന്നവരെ പോലെ തന്നെ അതിൻ്റെ അവസ്ഥ നിങ്ങളതും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തൗഫീക്ക് കിട്ടാത്തവരാണ്. കാരണം ഇവർ അങ്ങോട്ട് ചോദ്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മളെ രക്ഷ നമ്മൾ നോക്കുക. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന 2 ബാങ്ക് ഇവർക്ക് വേണ്ട. നബിദിനാടുക്കട്ടെ. ഇവർ പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് കൊണ്ടുവന്ന കച്ചവടവും മറ്റും മറിച്ചെല്ലാമായിട്ട് ആൾക്കാർ തിരക്കിലാകുമ്പോൾ 2 ബാങ്ക് അവിടെ കൊടുത്തതെന്ന് ഒരു ഓർമ്മിപ്പിക്കലിന് വേണ്ടിയിട്ട്. അതെല്ലാ ഗൾഫ് കൺട്രിയിലും നടക്കുന്നുണ്ട്, വെറും കേരളത്തിൽ മാത്രമല്ല. കാരണം കേരളത്തിലേ ഇല്ലാണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈമാൻ നമ്മൾ കാക്കുക. അല്ലാണ്ട് നിങ്ങൾ പിന്നെ മുജാഹിദിന് മെമ്പർഷിപ്പ് കൂട്ടി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇവിടെ ആർക്കും നഷ്ടമില്ല. നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. ആരാണോ അതിലേക്ക് ചായുന്നത് അവർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി ഈമാനോട് ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.